ശബരിമല റോപ്പ് വേയുടെ പദ്ധതി പ്രദേശം സന്ദർശിച്ച് ഫോറസ്റ്റ് ചീഫ് കൺസർവേറ്റർ ചന്ദ്രശേഖർ. ഫോറസ്റ്റ് ചീഫ് കൺസർവേറ്റർ അന്തിമ റിപ്പോർട്ട് കേന്ദ്ര വനം വന്യജീവി മന്ത്രാലയത്തിന് സമർപ്പിക്കും. മാളികപ്പുറം പോലീസ് ബാരക് മുതൽ പമ്പ ഹിൽടോപ്പ് വരെ പദ്ധതി പ്രദേശത്താണ് വിലയിരുത്തൽ നടത്തിയത്. കേന്ദ്ര വന്യജീവി മന്ത്രാലയം അന്തിമ അംഗീകാരം നൽകിയാൽ റോപ്പ് വേ പദ്ധതി നിർമ്മാണം ആരംഭിക്കും. വിവരങ്ങളുമായി മിഥുൻ മുരളിയുണ്ട്. മിഥുൻ, വിശദാംശങ്ങൾ. റിപ്പോർട്ട് തയ്യാറാക്കുന്നതിന് വേണ്ടിയാണ് വനം വകുപ്പിന്റെ പ്രിൻസിപ്പൽ ചീഫ് കൺസർവേറ്റർ ചന്ദ്രശേഖർ ഇന്ന് പദ്ധതി പ്രദേശം സന്ദർശിച്ചത്. രാവിലെ ഈ പദ്ധതിയുടെ നിർദ്ദിഷ്ട പ്രദേശമായ മാളികപ്പുറം പോലീസ് ബാരക്ക് മുതൽ താഴെ പമ്പ ഹിൽടോപ്പ് വരെയുള്ള വിവിധ പ്രദേശങ്ങൾ ഫോറസ്റ്റ് കൺസർവേറ്റർ ഇന്ന് സന്ദർശിച്ചിട്ടുണ്ട്. ഈ ഭാഗങ്ങളിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തേണ്ടത്, മരങ്ങൾ എത്ര മുറിക്കണം, മരങ്ങൾ മുറിച്ചാൽ അത് പരിസ്ഥിതിയെ എത്രത്തോളം ദോഷമായി ബാധിക്കും തുടങ്ങിയ കാര്യങ്ങളാണ് പ്രധാനമായും വിലയിരുത്തലുകൾ നടത്തുന്നത്. ഈ വിലയിരുത്തലിന് വേണ്ടിയാണ് ഇന്ന് ഫോറസ്റ്റ് കൺസർവേറ്ററുടെയും നേതൃത്വത്തിൽ പ്രധാനപ്പെട്ട ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെയും സാന്നിധ്യത്തിലുള്ള ഒരു വിലയിരുത്തൽ സന്ദർശനം ഇന്ന് ഉണ്ടായിരിക്കുന്നത്. ഈ ഒരു വിലയിരുത്തലിന് ശേഷമായിരിക്കും ഫോറസ്റ്റ് കൺസർവേറ്റർ ചന്ദ്രശേഖർ ഇത് സംബന്ധിച്ചിട്ടുള്ള അന്തിമ റിപ്പോർട്ട് കേന്ദ്ര വനം വന്യജീവി മന്ത്രാലയത്തിന് സമർപ്പിക്കുന്നത്. കേന്ദ്ര വനം വന്യജീവി മന്ത്രാലയത്തിന്റെ അന്തിമമായിട്ടുള്ള അനുമതിയോടുകൂടി മാത്രമായിരിക്കും റോപ്പ് വേ സംബന്ധിച്ചിട്ടുള്ള നിർമ്മാണം പ്രവർത്തനങ്ങൾ തുടങ്ങുക. ഈ കേന്ദ്ര വനം വന്യജീവി മന്ത്രാലയത്തിന്റെ അന്തിമമായിട്ടുള്ള അംഗീകാരം ലഭിക്കുന്നതിന് വേണ്ടി ഈ ഭാഗത്ത് എന്തൊക്കെ ക്രമീകരണങ്ങൾ, മാറ്റങ്ങൾ, പരിസ്ഥിതിക്ക് എത്ര രീതിയിലുള്ള ക്രമീകരണങ്ങൾ മാറ്റേണ്ടി വരും, അതായത് മരങ്ങളടക്കം എത്ര മുറിക്കേണ്ടി വരും, കൂടുതൽ മരങ്ങൾ മുറിക്കേണ്ടി വരുമോ, പരിസ്ഥിതിയെ ദോഷകരമായോ ബാധിക്കുന്ന രീതിയിൽ പദ്ധതി പ്രദേശത്ത് മാറ്റങ്ങൾ ഉണ്ടാക്കുമോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത് ഫോറസ്റ്റ് പ്രിൻസിപ്പൽ ചീഫ് കൺസർവേറ്റർ ആണ്. അതിനുവേണ്ടിയാണ് ഇന്ന് ഈ പ്രദേശത്ത് വിലയിരുത്തലുകൾ നടത്തുന്നതിന് വേണ്ടിയുള്ള സന്ദർശനം നടത്തിയിരിക്കുന്നത്. രാവിലെ 7:30 മുതൽ മാളികപ്പുറത്തിന് സമീപം പോലീസ് ബാരക്ക് ഭാഗത്തു നിന്നും ഈ പദ്ധതി പ്രദേശത്തിന് വേണ്ടിയുള്ള സന്ദർശനം ആരംഭിച്ചു. പിന്നീട് പമ്പ ഹിൽടോപ്പിലാണ് ഈ സന്ദർശനം അവസാനിച്ചത്. ഈ ഭാഗത്ത് നിർദ്ദിഷ്ട പദ്ധതിയുടെ പ്രദേശമായ മാളികപ്പുറം പോലീസ് ബാരക്ക്, അതിന് സമീപമുള്ള ഇതിന്റെ ടവറുകൾ വരുന്ന പ്രദേശങ്ങൾ, പമ്പ ഹിൽടോപ്പ് എന്നിവിടങ്ങളിലെല്ലാം വിശദമായിട്ടുള്ള വിലയിരുത്തലുകളാണ് നടത്തിയിരിക്കുന്നത്. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത്, അംഗം അഡ്വക്കേറ്റ് A അജികുമാർ, ശബരിമല റോപ്പ് വേ കൺസ്ട്രക്ഷൻ കമ്പനി ഓപ്പറേഷൻ ഹെഡ്, വനംവകുപ്പിന്റെ ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവർ ഈ സന്നിധാനത്തെ വിവിധ ഭാഗങ്ങളിൽ സന്ദർശനം നടത്തിയപ്പോൾ ഈ ഫോറസ്റ്റ് പ്രിൻസിപ്പൽ ചീഫ് കൺസർവേറ്ററോടൊപ്പം അനുഗമിച്ചു. ഇനി ഇവരുമായിട്ടുള്ള ചർച്ചയുണ്ട്. ഈ ചർച്ചയ്ക്ക് ശേഷം വിശദമായിട്ടുള്ള റിപ്പോർട്ട് ഫോറസ്റ്റ് കൺസർവേറ്റർ ചന്ദ്രശേഖർ തയ്യാറാക്കും. ആ റിപ്പോർട്ടാണ് വനം വന്യജീവി കേന്ദ്ര മന്ത്രാലയത്തിന് സമർപ്പിക്കുന്നത്. കേന്ദ്ര വനം വന്യജീവി മന്ത്രാലയത്തിന്റെ അംഗീകാരം കൂടി ലഭിച്ചാൽ മാത്രമേ ഇനി ശബരിമല റോപ്പ് വേ പദ്ധതിയുടെ നിർമ്മാണവുമായി മുന്നോട്ട് പോകാൻ സംസ്ഥാന സർക്കാരിന് സാധിക്കുകയുള്ളൂ. സംസ്ഥാന വന്യജീവി വകുപ്പ് ഇതിനോടകം തന്നെ ഈ റോപ്പ് വേ പദ്ധതിക്ക് അനുകൂല നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ഈ ഒരു അനുകൂല നിലപാട് സ്വീകരിച്ചതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ വനം വകുപ്പിന്റെ പ്രിൻസിപ്പൽ ചീഫ് കൺസർവേറ്റർ ഈ പരിശോധന നടത്തിയിരിക്കുന്നത്. ഇനി അടുത്ത ഘട്ടം ഇത് സംബന്ധിച്ചിട്ടുള്ള അന്തിമമായ ഒരു റിപ്പോർട്ട് പ്രിൻസിപ്പൽ ചീഫ് കൺസർവേറ്റർ തയ്യാറാക്കി അത് കേന്ദ്ര വനം വന്യജീവി വകുപ്പിന് നൽകുക എന്നുള്ളതാണ്, മന്ത്രാലയത്തിന് നൽകുക എന്നുള്ളതാണ്. കേന്ദ്ര വനം വന്യജീവി മന്ത്രാലയത്തിന്റെ അംഗീകാരം ലഭിക്കുന്നതോടുകൂടി ശബരിമല റോപ്പ് വേ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ സാധിക്കും. ശരി, മിഥുൻ മുരളി.